സാമൂഹ്യ ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എസ് ശ്രീചന്ദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ലളിതാംബിക, സവിശേഷമായ ഒരു സ്കൂൾ ജീവിതത്തിൻ്റെ അവസാനത്തെ സർട്ടിഫിക്കറ്റിൻ്റെ ഉടമകളെന്ന നിലയിലായിരിക്കും ഓർമ്മയിലെന്നും SSC എന്നടയാളപ്പെടുത്തിയിട്ടുള്ളത്. എല്ല് നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടായ്മയെന്നും വിളിക്കാം. അതിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ള പ്രമോദ് കൃഷ്ണ സാർ, എൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ അജയകുമാർ, എല്ലാ പ്രിയപ്പെട്ടവരും, ഞാൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ വിളിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ മനോഹരമായ പരിഭവം സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ ഉൾക്കൊള്ളുന്നു. എല്ലാവരോടും ഈ വർഷം ക്ഷമ ചോദിക്കും. ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും എത്താൻ കഴിയാത്ത ഏതൊരു സാഹചര്യത്തിലാണ് അന്ന് എത്താൻ പറ്റാതെ പോയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഗ്രന്ഥശാലയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ഒരു പ്രദേശം മുഴുവൻ അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നെനിക്കറിയില്ല. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ ഗ്രന്ഥശാലകളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പേരുകളിൽ നിന്ന് സവിശേഷമായി ഒരു വ്യത്യസ്തത ചെമ്പകമംഗലം പ്രദേശം മംഗലപുരം പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഈ ഗ്രന്ഥശാലയ്ക്കുണ്ട്. അത് അതേപടി പിന്തുടർന്നുകൊള്ളുന്നു എന്നുള്ള നിർബന്ധമൊന്നും ഉണ്ടാവാൻ കഴിയില്ല. സ്വാതന്ത്ര്യ സമര കാലത്ത് ഗ്രന്ഥശാലകൾ വ്യാപകവൽക്കരിക്കുകയാണ്. ആ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഭൂരിപക്ഷം ഗ്രന്ഥശാലകളും. അതിൻ്റെ പേരുകൾ വായിച്ചു നോക്കിയാൽ അറിയാം. വിജ്ഞാനങ്ങളിൽ നിന്ന് അകലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ ഒരു പ്രളയസമാനമായി അക്ഷരങ്ങൾക്കടുത്തേക്ക് ഇരമ്പിയെത്തുന്ന ഒരു ചരിത്രവും ഗ്രന്ഥശാലകളുടെ പേരുകളിൽ നമുക്ക് വായിക്കാം. മംഗലപുരം പഞ്ചായത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെയും ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗണിൻ്റെയും ഇടയിൽ ഞെരുങ്ങുന്നൊരു പഞ്ചായത്തല്ല. വലിയ ചരിത്രമുണ്ട് ഈ പ്രദേശത്ത്. അത് ഈ പഞ്ചായത്തായി രൂപപ്പെടുന്നതിന് മുമ്പാണ്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിശാ പാഠശാലകൾ ആരംഭിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം നടത്തിയ ഒരു കലാപമുണ്ട്. സമരോത്സുകമായ അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതു ഇടമായി ആദ്യം രൂപപ്പെട്ട കേരളത്തിലെ ബഹുജന പ്രസ്ഥാനമാണ് ലൈബ്രറികൾ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ പേരുകൾ, മനോഹരമായ പേരുകൾ നമുക്ക് കാണാം. ജ്ഞാനപ്രദായിനി ഒരു പേരായിരിക്കും, വിജ്ഞാനപ്രദായിനി വേറൊരു പേരായിരിക്കും. സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതിന് ദേശസേവിനി എന്ന പേര് കാണും, ദേശാഭിമാനി എന്ന പേര് കാണും. അതിന് സ്വയം സമർപ്പിതമായ ജീവിതം കൊടുത്ത മനുഷ്യരെ അടയാളപ്പെടുത്തിക്കൊണ്ട് മഹാത്മാ എന്ന പേരുണ്ടാവും, നെഹ്റുവിൻ്റെ പേരുണ്ടാവും, AKGയുടെ പേരുണ്ടാവും, EMSൻ്റെ പേരുണ്ടാവും, C കേശവൻ്റെ പേരുണ്ടാവും. അങ്ങനെ സമർപ്പിതമായ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ സാംസ്കാരികതയും സാമൂഹിക നവോത്ഥാനവും അപ്ലൈ ചെയ്ത സമർപ്പിച്ച മനുഷ്യരുടെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഗ്രന്ഥശാലകൾ പോകുന്നത്. അങ്ങനെ വളർന്ന ഒരു ഗ്രന്ഥശാല 50കൾക്ക് ശേഷമുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഒരു മണ്ഡലത്തിൽ മനുഷ്യനെ യുക്തിഭദ്രമായി ചിന്തിക്കാൻ കവിതയും ശാസ്ത്രവും ചിന്തയും ചരിത്രവും സമന്വയിപ്പിച്ച വളരെ പരിമിതമായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ പ്രമുഖമായ ഒരാളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന കവിയും ചരിത്രകാരനും. യുക്തിപരമായി ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയും സാമൂഹിക ശാസ്ത്രത്തെ വിശകലനം ചെയ്യുകയും ശാസ്ത്രത്തെ അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരാൾ. അതിന് സമാനമായും കേരളത്തിൽ ഇന്ന് വിഭ്രാന്തിയോടെ നിങ്ങൾ വായിക്കുന്ന പത്രവാർത്തകളിലെ ചെന്നുപെടുന്ന മനുഷ്യൻ്റെ അതിവൈകാരികമായി, അതിനെ നമുക്ക് മെറ്റാഫിസിക്സ് എന്ന് വിളിക്കാം, അതിഭൗതികതയിലേക്ക് എത്തിപ്പെടുന്നത്, അത് മറ്റെല്ലാ ഭൗതികമായ എല്ലാറ്റിനെയും മാറ്റി നിർത്തി ഏകീകൃതമായ ഒരു കുറ്റകൃത്യത്തിന് സമാനമായി തീരുന്ന അന്ധതകളിലേക്ക് നീങ്ങുന്നതിനെയാണ് നമുക്ക്
പുതിയ കാലത്തിൽ മെറ്റാഫിസിക്സ് എന്ന് വിളിക്കാവുന്നത്. അതിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇപ്പോഴും നിധി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലകളറുത്തു മാറ്റപ്പെടുന്ന വിശ്വാസങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലം. അത് ശാസ്ത്രീയമായ മനുഷ്യൻ മാനസിക വികാസത്തിലേക്ക് എത്തണം എന്ന് ദർശനപരമായി, വെറുതെ വർത്തമാനം പറയുകയായിരുന്നില്ല, ദർശനപരമായി സംസ്കാരത്തെയും സാഹിത്യത്തെയും ചരിത്രത്തെയും അടയാളപ്പെടുത്തിയ മഹത്തരമായ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു വ്യക്തിത്വമാണ് ശ്രീ A.T. കോവൂർ. എല്ലാ കാലത്തും ഈ ഗ്രന്ഥശാലയുടെ പേര് ഒരു കൗതുകത്തോടെ ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പേര് A.T. കോവൂർ എന്നതായതുകൊണ്ട്. എത്ര കണ്ട് A.T. കോവൂറിനെ അടയാളപ്പെടുത്താൻ ഈ നാടിനാകെ സാധ്യമാകുന്നുണ്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല. എന്തുകൊണ്ട് വ്യക്തിയെ അത്തരമൊരു ചരിത്രത്തിൻ്റെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തി എന്ന് ചോദിച്ചാൽ, ഈ പരിപാടി ഇന്ന് നടക്കുന്നത് ഈ ഗ്രന്ഥശാലയുടെ ഊടും പാവുമായി പ്രവർത്തിച്ചിരുന്ന മനുഷ്യരിൽ ഒരാളായിരുന്ന ഒരു വ്യക്തിയുടെ കൂടി അനുസ്മരണ ദിനമാണ്. ശ്രീ രാജേഷ്, നിങ്ങൾ ഉണ്ണി എന്ന് വിളിക്കുന്ന രാജേഷ്, എനിക്ക് വ്യക്തിപരമായി മറ്റൊരു അറിവും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇല്ല. ഞാൻ അജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായിരുന്നു രാജേഷ്? ഞാൻ വിശകലനം ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ്. എങ്ങനെ മഹാത്മാഗാന്ധി രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ, മഹാത്മാഗാന്ധി ഒരു ദിവസം രാവിലെ വന്നിറങ്ങി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തൊട്ടപ്പുറത്ത് തോന്നയ്ക്കൽ ആശാൻ സ്മാരകമുണ്ട്. ഇവിടെ നിന്ന് ആളുകൾ യാത്ര ചെയ്യാറോ നടക്കാറോ നോക്കാറോ ഉണ്ട്. പുതിയയിൽ എത്ര പേർ അതിൻ്റെ പേര് വായിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. കുറച്ചുകൂടി നമ്മൾ പടിഞ്ഞാറൂട്ട് യാത്ര ചെയ്താൽ കായിക്കരയിലും എത്തിച്ചേരാൻ കഴിയും. ആ മഹാനായിട്ടുള്ള കവി, അദ്ദേഹം ഒരാളെ സൂക്ഷ്മപ്പെടുത്തിക്കൊണ്ട് കവിത എഴുതിയതിൻ്റെ വൈവിധ്യം നമ്മൾ തിരിച്ചറിയണം. മഹാത്മാഗാന്ധിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് വള്ളത്തോൾ എഴുതിയത് ദൈവങ്ങളെ സാക്ഷി നിർത്തിയാണ്. എങ്ങനെയാണ് മഹാകവികൾ വ്യത്യസ്തരായിത്തീരുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്തരായിത്തീരുന്നത് എന്നത് അവരുടെ ആശയപരമായ നിലപാടുകൾ മാത്രമല്ല, ദർശനം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ആശയപരമായ എല്ലാ മനുഷ്യരും നല്ലതായിരിക്കണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റൊരു നല്ല ചായയും കുടിച്ച് എല്ലാ മനുഷ്യരും നല്ലതായിരിക്കട്ടെ, ഞാനൊന്ന് പത്രം വായിക്കുകയും ഒരു പുസ്തകം വായിക്കുകയും ചെയ്യുന്നു, പകരം എനിക്ക് കിട്ടുന്ന ഭക്ഷണവും കൊടുത്ത് തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു പായ നിവർത്തിക്കിടന്ന് ഞാൻ ഉറങ്ങിയത് കൊണ്ട് ഏതു മനുഷ്യനോടാണ് എനിക്ക് ഇടപെടാൻ കഴിയുന്നത്? അത് ഉൽപാദനക്ഷമമായ ഒന്നല്ല. വള്ളത്തോൾ അങ്ങനെ ആയിരുന്നില്ല. വള്ളത്തോൾ എഴുതിയ ഒരു കവിത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന പേരു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാവർക്കും ചോര തിളച്ചപ്പോഴും തിളയ്ക്കാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുതിയ കവിതയുടെ ആവേശഭരിതമായ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ ആവേശങ്ങളുടെ അതിവൈകാരികതകളിൽ നിന്ന് മാറി ചിന്തകളുടെ മഹത്വം ഈ ലോകത്തിന് സമ്മാനിച്ച കേരളീയനായ ഒരു മനുഷ്യൻ, ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യൻ, പത്രങ്ങളും മാധ്യമങ്ങളും എഴുത്തുകളുമെല്ലാം അദ്ദേഹത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടപ്പോഴും ഒരു ചെറിയ പത്രവും നടത്തിക്കൊണ്ട് നമ്മളെ അഭിമാന പുരസ്സരം, ഇന്ന് എല്ലാവരും മലയാളത്തിൻ്റെ മുഴുവൻ ദാർശനികരും പരാമർശിക്കപ്പെട്ടു പോകുന്ന കേസരി എന്നറിയപ്പെട്ട കേസരി ബാലകൃഷ്ണപിള്ള, അദ്ദേഹം മനോഹരമായി വള്ളത്തോളിനോട് ചോദിച്ചു, ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുമ്പോൾ എപ്പോൾ തൃശ്ശൂരോ എന്ന് ചോദിച്ചു. നോക്കൂ, ദേശീയതയുടെ സങ്കുചിതത്വങ്ങൾക്കപ്പുറത്ത് ലോകം വിശാലമായിരിക്കുമ്പോൾ മഹത്തായ മനുഷ്യൻ്റെ മാനവികതയെക്കുറിച്ച് പറയുകയാണ് കവിയുടെ ലക്ഷണമെന്ന് ഇനി എന്തു പറയണം? അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ പ്രാപഞ്ചികമായ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ അസ്വസ്ഥമായി യാത്ര ചെയ്ത് നമുക്ക് തിരിച്ചറിയാനാവാതെ കൗതുകപ്പെട്ട ഒരു പ്രൊഫസർ ചാലഞ്ചർ സീരീസ് പോലെ ആർതർ കോനൻ ഡോയൽ എഴുതിയ ഷെർലക് ഹോംസ് കഥകൾക്കിപ്പുറം പ്രൊഫസർ ആർതർ ചാലഞ്ചർ സീരീസിലെ രസകരമായിട്ടുള്ള കഥ കൊണ്ട് ചാലഞ്ചറാണ്. ആ ചാലഞ്ചറിൽ അതിസാഹസികമായ അന്വേഷണങ്ങളിൽ പെട്ടുപോകുന്നത് പോലെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ എന്താണെന്ന് അറിയാതെ നമ്മൾ വായിക്കാൻ കൗതുകത്തോടെ വായിക്കുമ്പോൾ അങ്ങ് ശൂന്യാകാശത്തിൽ എവിടെയോ ഒരു പേടകത്തിനുള്ളിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ മാസങ്ങളോളം സഞ്ചരിച്ചതിനു ശേഷം ഭൂമിയിലേക്ക് എത്തുന്ന മോഹനമായൊരു മുഹൂർത്തത്തിൽ ലോകത്ത് മുഴുവൻ 650 കോടി മനുഷ്യരും പറഞ്ഞു, എത്ര സുന്ദരമാണ്, അവർ ഇറങ്ങി വരട്ടെ. അതൊരു വനിതയായിരുന്നു. അവരുടെ പേര് സുനിത വില്യംസ് എന്നായിരുന്നു. ആ സുനിത വില്യംസ് പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അതിരുകൾ ഉണ്ടായിരുന്നില്ല. രാജ്യങ്ങളുടെയോ മനുഷ്യരുടെയോ നിറങ്ങളുടെയോ ഒന്നും അതിരുകൾ ഉണ്ടായിരുന്നില്ല. ഇതിനപ്പുറം ഒരു മാനവികതയെക്കുറിച്ച് എന്ത് നമ്മളോട് പറയണം? അതുപോലെയാണ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം വള്ളത്തോളിനെ തിരുത്തുകയായിരുന്നു. എങ്കിലും വള്ളത്തോൾ മഹാത്മജിയെ
പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആദരിച്ചുകൊണ്ട് എഴുതിയത് ക്രിസ്തുദേവന്റെ ത്യാഗസന്നദ്ധതയും സാക്ഷാൽ കൃഷ്ണ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ഹരിചന്ദ്രനുടെ സത്യസന്ധതയും രന്തിദേവന്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ഒരാളിൽ ഒന്നിച്ചു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാർ എൻ ഗുരുവിൻ നികടത്തിൽ. മഹാത്മാജി അങ്ങനെയായിരുന്നില്ല. ദൈവങ്ങൾക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഇടയിൽ അദ്ദേഹം ജീവിച്ചിരുന്നതല്ല. അദ്ദേഹം വായിച്ചത് ഒരു പുസ്തകമായിരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയ മഹാത്മജിയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് ജോഹന്നസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയിൽ കവളത്ത് വെള്ളക്കാർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ഒരു ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടും കവളത്തൊരു ഷൂസ് വലിച്ചു ഒരു വെള്ളക്കാരൻ ആഞ്ഞടിച്ചത് കൊണ്ട് മാത്രമായിരുന്നില്ല. അദ്ദേഹം ലണ്ടനിൽ പഠിക്കുമ്പോൾ ബാരിസ്റ്റർ ബിരുദം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുസ്തകം കൈ കിട്ടി. അത് ആർണോൾഡിൻ്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ പ്രകാശം അല്ലെങ്കിൽ ദീപനാളം എന്ന് വിളിക്കാവുന്ന ശ്രീബുദ്ധന്റെ ജീവിത ചരിത്രത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ട ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ് ലൈറ്റ് ഓഫ് ഏഷ്യ. ആർണോൾഡിൻ്റെ ഈ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നത് എന്നെ വളരെയേറെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മജിയിലേക്ക് പരിവർത്തനം ചെയ്തു. ആ ലൈറ്റ് ഓഫ് ഏഷ്യ മലയാളത്തിലേക്ക് ഒരു കവിതയായി നമുക്ക് സമ്മാനിച്ച ആളിൻ്റെ പേരാണ് എൻ കുമാരനാശാൻ. അദ്ദേഹം സത്വരം ലോക മനോഹരമായുള്ള ചിത്തിരമാസം അണഞ്ഞിതു ഭംഗിയിൽ ആഞ്ഞു തേൻ മാവിൻ്റെ കൊമ്പുകുലകളാൽ ചാഞ്ഞു പഴങ്ങൾ ചുവന്നു ചമഞ്ഞിതു. ബുദ്ധൻ എത്തുന്നതിനു മുമ്പ് എൻ്റെ വീട്ടുമുറ്റത്തെ വസന്തകാലത്തിൻ്റെ മനോഹാരിതകളിലൂടെ എന്നെ കൊണ്ടുപോവുകയാണ്. ഇവിടെയാണ് കവി മനോഹരനായ ഒരു കവിയാവുകയും പിന്നെ വിശ്വൈകമായ ഒരു കവിയായി മാറുകയും ചെയ്തു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. കാരണം ഇന്ത്യയുടെ സാഹിത്യത്തിൽ ഒരു സ്ത്രീയെ നോക്കി ഇത്രയും ബഹുമാനത്തോടെ വിളിച്ച മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ അറിയണം. ഉണ്ണിയെ ഓർക്കുമ്പോൾ, രാജേഷിനെ ഓർക്കുമ്പോൾ, ഉണ്ണി എന്ന രാജേഷിനെ ഓർക്കുമ്പോൾ, എ.ടി. കോവൂരിനെ ഓർക്കുമ്പോൾ വാൽമീകിയും വ്യാസനും തരാത്തതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു പദം. വാൽമീകിയും വ്യാസനും വരെ അവരെ വിളിച്ചിരുന്നത് ഭവതി, ആര്യപുത്രി, പ്രിയപ്പെട്ടവളെ എന്ന് മാത്രമായിരുന്നു. വെള്ളം കൊടുക്കുന്നിടത്ത് ജാതിയിലായി മാറ്റി നിർത്തപ്പെട്ട മനുഷ്യൻ വെള്ളം ചോദിച്ചപ്പോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്ത സൗമ്യദീപ്തമായ ഒരു വ്യക്തിത്വമാണ് മാതങ്കി എന്ന പെൺകുട്ടി. അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം ആവശ്യമുണ്ട്, ഞാൻ തരാം, പക്ഷേ ഞാൻ ഏതു മതത്തിലോ ജാതിയിലോ പെട്ടതാണെന്ന് അങ്ങ് മറന്നുപോയോ എന്ന് എത്ര സൗമ്യമായി അവൾ ചോദിക്കുന്നുണ്ട്. അവിടെയും ആയിരുന്നില്ല. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്ന നീർനാവ് വരണ്ടഹോ എന്നതുമായിരുന്നില്ല. സോദരത്വം എന്ന പദമാണ് ഈ മലയാളത്തെ മാറ്റിമറിച്ചത്. ഈ മലയാളം, ഞാനാണ് ആദ്യം പറഞ്ഞത്, എനിക്ക് അക്ഷരം ആരും തന്നിരുന്നില്ല. ഒരു രാജാവും രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ എല്ലാവർക്കും അക്ഷരം കൊടുത്തു കളയാമെന്ന് വിചാരിച്ചതായിരുന്നില്ല. ഒരു രാജാവും എനിക്ക് തന്നിരുന്നില്ല, ഒരു മതപുരോഹിതനും തന്നിരുന്നില്ല, ഒരു പ്രവാചകനും തന്നിരുന്നില്ല മലയാളത്തിൽ. അവിടെ നിന്ന് ഹിമാലയത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ദൈവം, അക്ഷരങ്ങളുടെ ദൈവത്തെ എൻ്റെ കേരളത്തിന് തൊട്ടപ്പുറത്ത് മംഗലാപുരത്തിനും അപ്പുറത്ത് വെച്ച് നടന്നു വരുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ നിന്ന് കളയുമെന്ന് പറഞ്ഞ ദൈവം ഈ കൊണ്ടുവന്നയാൾ തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് പോയതാണ് നമ്മുടെ ഐതിഹ്യത്തിൻ്റെ ചരിത്രം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ എൻ്റെ അക്ഷരം എൻ്റെ സമരത്തിൻ്റെ ഉൽപ്പന്നമാണ്. ത്യാഗനിർഭരമായ ഒരു സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് എൻ്റെ അക്ഷരം. അതിന് ഒരു വലിയ പോരാട്ടമുണ്ടാകുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലെ ദേവൻ എന്ന് വിളിക്കാവുന്ന മനുഷ്യരിലെ വ്യക്തിത്വം ഒരാളാണ് അദ്ദേഹം. ഗുരുദേവൻ എന്ന് വിളിക്കാവുന്ന അദ്ദേഹമാണ് എഴുതി വെച്ചത് ആദ്യം സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ജാതിഭേദം, മതദ്വേഷം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോദരത്വേന എന്ന ഒരു പദം ഈ കേരളത്തെ മാറ്റിമറിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കേരളം ഉണ്ടാവുന്നത്. ഞാൻ അതും വിശദീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുക്ക് എഴുതുമ്പോൾ 100 വർഷം കഴിഞ്ഞ കവിതയിൽ എഴുതുമ്പോൾ വെള്ളം കൊടുത്ത് വിചാരണ ചെയ്തുകൊണ്ട് വെള്ളം കൊടുക്കുമ്പോൾ ഉള്ളു തുറന്ന് വിശാലമായ മനസ്സോടെ അവളുടെ ദർശനം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അനന്തഭിക്ഷു പറയുന്നത്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറയുക മാത്രമല്ല, ഒരു വിളി വിളിക്കുന്നുണ്ട്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്ന നീർ നാർ വരണ്ടോ, ഭീതി വേണ്ട തരിക ധനിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പുണ്യശാലിനി. ഇന്ത്യയുടെ സാഹിത്യത്തിൽ മറ്റൊരാളും അതുവരെ ഒരു സ്ത്രീയെ പുണ്യശാലിനി എന്ന പദം കൊണ്ട് വിനിയോഗിച്ചിട്ടില്ല. ഇന്ത്യയുടെ സാംസ്കാരിക സാഹിത്യ ഐതിഹ്യങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങളെടുത്ത് നോക്കൂ, ഒരു കവി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് കുമാരനാശാൻ വിശ്വകവിയാവുന്നത്. പുണ്യശാലിനി നീ പകർന്നു തന്നീടും ഈ തണ്ണീർ തന്നെ. തണ്ണീർ എന്ന് പറയുന്നത് ജീവന്റെ ഉൽപ്പന്നമാണ്. ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്, ജനിച്ചത്, അങ്കുരിച്ചത് വെള്ളത്തിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു ദർശനമാണ്. അങ്ങനെ രൂപപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ ഗ്രന്ഥശാലയും ശ്രീ ഉണ്ണിയും ജനിച്ചത്.
നമുക്ക് വ്യക്തിയുടെ ജീവിതം എൻ്റെ കുടുംബത്തിന് എത്രത്തോളം മഹത്വമുണ്ടാക്കി എന്ന് ചോദിക്കുന്നതല്ല. അതൊരു സാമ്പ്രദായിക സാർവത്രികമായ ജീവിതം, അതൊരു ഫ്യൂഡൽ കോൺസെപ്റ്റ് കൂടിയാണ്. മക്കൾക്ക് സഹായം കൊടുക്കണമെന്നുള്ള നിയമമൊന്നും കേരളത്തിലുണ്ടായിരുന്നില്ല. മരുമക്കത്തായം അനുഭവിച്ച നാടാണ് ഈ കേരളം. അതുകൊണ്ടാണ് ശേഷക്കാരനുണ്ടായത്. ശേഷാരണം നമ്മൾ നാട്ടിൽ വിളിക്കുന്ന ശേഷക്കാരനുണ്ടായത് മരുമക്കത്തായം ഉണ്ടായതുകൊണ്ട്. അത് ബ്രാഹ്മണിക്കൽ ടെററിസത്തിൻ്റെ പ്രയോഗമാണ്. കല്യാണം കഴിക്കാൻ അവകാശമില്ലാതിരുന്ന ബ്രാഹ്മണൻ, മൂത്തയാൾക്ക് മാത്രമാണ് ബ്രാഹ്മണ കുലത്തിൽ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ അവകാശം. എത്ര വേണേലും കഴിക്കാം. തൊട്ടനിയന് തൊട്ട് ഇങ്ങോട്ട് താഴോട്ടുള്ള ഒരു പുരുഷനായിട്ടുള്ള ബ്രാഹ്മണി സമുദായത്തിൽപ്പെട്ടയാൾക്കും വിവാഹം കഴിക്കാൻ പാടുണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ നമ്പൂതിരിപ്പാടാണെന്ന് അറിയപ്പെട്ടു. അവരുടെ ഭൗതികമായ ഒരു ജീവിതം, ജൈവികമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് പിന്നെ സംബന്ധങ്ങൾ ഉണ്ടായത്. ചെന്ന് കയറുന്നിടത്ത്, സംബന്ധങ്ങൾ ഉണ്ടാകുന്നിടത്ത് ജീവിക്കാൻ സ്വത്തുണ്ടാകണമെങ്കിൽ തങ്ങൾക്ക് അച്ഛനെന്ന് വിളിക്കാൻ അവകാശം കൊടുത്തിരുന്നില്ലെങ്കിലും താൻ ജീവിക്കുന്ന പെൺകുട്ടിയിലുണ്ടാകുന്ന തൻ്റെ കുട്ടികൾക്ക് അവിടെ ഉടമസ്ഥാവകാശം ഉണ്ടാകണമെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മരുമക്കത്തായം ഉണ്ടായത്. ചരിത്രത്തിൽ പലവട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മക്കത്തായം ദായക്രമം ഉണ്ടായത്. അതെല്ലാം പരിശോധിക്കുമ്പോഴും ഒരാൾക്ക് പറയാം, ഞാൻ എൻ്റെ കുടുംബത്തെ നന്നായി നോക്കി. നിശ്ചയമായും വേണം. വീട് വിട്ടിറങ്ങിയവർ മാത്രമേ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുള്ളൂ. ഒരു രാത്രി വീട് വിട്ടിറങ്ങിയത് കൊണ്ടാണ് ഗൗതമ ബുദ്ധൻ ആദ്യം ആർക്കും അക്ഷരം കൊടുക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചുകൊണ്ട് കല്ലിൽ ശിലാലിഖിതങ്ങൾ കൊത്തിവെച്ചത്. അതൊരു കലാപമായിരുന്നു. ആദ്യത്തെ ലൈബ്രറി എന്ന് വിളിക്കാം. തെരുവുകളിൽ അക്ഷരങ്ങൾ എഴുതി വെച്ചു, പാലി ഭാഷയിൽ. അക്ഷരം ആർക്കും പാടില്ല, സംസ്കൃതം പാടില്ല, വേദങ്ങൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് റോഡിൽ എഴുതി വെച്ചു ശിലാലിഖിതങ്ങൾ, നമ്മളിപ്പോൾ വിളിക്കുന്ന കല്ലിൽ കൊത്തിവെച്ച അക്ഷരങ്ങൾ തകർന്നു പോകാതിരിക്കാൻ. അതിനെയാണ് പിന്നീട് നെഹ്റു പാലിംബിസെസ്റ്റ് എന്ന് വിളിച്ചത്. ഓരോ കാലഘട്ടവും മാറി വരുമ്പോൾ കൊത്തിവെക്കുന്ന, മരങ്ങളിലും കല്ലുകളിലും കൊത്തിവെക്കുന്ന അടരുകളെയാണ് പാലിംബിസെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രവും അങ്ങനെയാണ്. ആരെങ്കിലും വിചാരിച്ചാലൊന്നും പെട്ടെന്ന് മാറുന്നതല്ല എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ആ നെഹ്റു ഗ്രന്ഥശാലകളെ വിളിച്ചത് ലൈബ്രറി ഈസ് എ ലൈറ്റ് ഹൗസ് എന്നാണ്. ഒരു വിളക്കുമാടമാണ്. ഏതൊരു പ്രദേശത്തിൻ്റെയും വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രകാശമാണ്, പ്രകാശത്തിൻ്റെ കേന്ദ്രമാണ് ലൈബ്രറി. നിശബ്ദമായി താഴെ എത്ര മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ. ക്ലാസിഫിക്കേഷൻ തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ അറകൾക്കും പ്രത്യേകമായൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളെ കാത്ത് നിശബ്ദമായി കുറച്ച് അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അവർ നിങ്ങളെ വിളിക്കുകയാണ്, വരൂ, എന്നെ ഒന്ന് സ്പർശിച്ചു നോക്കൂ, ഒരു പേജൊന്ന് തുറന്നു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കനലുകൾക്ക് തീപിടിപ്പിക്കാൻ ഞാനെന്ന അക്ഷരങ്ങൾക്ക് സാധ്യമാകും എന്ന അക്ഷരങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് നെഹ്റു പറഞ്ഞത്, ലൈബ്രറി ഈസ് എ ലൈറ്റ് ഹൗസ്. വലിയ അക്രമകാരിയായിരുന്നെങ്കിലും ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയനോട് ചോദിച്ചു, താങ്കൾ ഒരു ചക്രവർത്തി ആയിരുന്നില്ലെങ്കിൽ ആരാവുമായിരുന്നു? അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ലൈബ്രറിയനാകുമായിരുന്നു എന്നാണ്. കാരണം പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ കഴിയും. നമ്മുടെ അമേരിക്കയിൽ അടിമകളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന എബ്രഹാം ലിങ്കനോട് ചോദിച്ചു, ആരാണ് അടുത്ത സുഹൃത്ത്? നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കടം തരുന്നയാളാണ് ഏറ്റവും നല്ല സുഹൃത്ത്. ഗ്രന്ഥശാലകൾ നമുക്ക് കടം തരാറുണ്ട്. ഒരു മെമ്പർക്ക് 3 പുസ്തകം 2 പുസ്തകം നമുക്ക് തരാറുണ്ടല്ലോ. ഓരോ 14-15 ദിവസം കഴിയുമ്പോൾ നിങ്ങളൊന്ന് റിന്യൂ ചെയ്ത് എനിക്ക് തരൂ എന്ന് മാത്രമാണ് ഗ്രന്ഥശാല പറയുന്നത്. അതാണ് ഈ ഗ്രന്ഥശാല. ആ ഗ്രന്ഥശാലയിൽ ഞാൻ പറഞ്ഞു വന്നത്, കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടണം. പക്ഷെ ഇറങ്ങി വന്നവർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അത് ഗാന്ധി അങ്ങനെ ഇറങ്ങി വന്ന ഒരാളാണ്. AKG അങ്ങനെ ഇറങ്ങി വന്ന ഒരാളാണ്. C കേശവൻ അങ്ങനെ ഇറങ്ങി വന്ന ഒരാളാണ്. വീട് വിട്ടിറങ്ങിയതിനു ശേഷം ഒരു നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചയാൾ. 33-ാമത്തെ 25-ാമത്തെ വയസ്സിൽ ജീവിതം പളുങ്കുപാത്രം പോലെ എറിഞ്ഞുടച്ച ഒരു യൗവനമുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യക്ക് എന്ത് സ്വാതന്ത്ര്യത്തിൻ്റെ തിളക്കമുണ്ടാകുമായിരുന്നു? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. പേരെന്ത് എന്ന് കോടതിയിൽ ചോദിച്ചപ്പോൾ ആസാദ് എന്ന് പറഞ്ഞ ചന്ദ്രശേഖർ ആസാദ്. എനിക്ക് 2 ആസാദുമാരുണ്ടെന്ന് പറയാൻ നമുക്ക് സാധ്യമാകണം. ഒരാൾ ആരാണ്? എനിക്ക് 2 ആസാദുമാരുണ്ട്. ഒന്ന് സ്വാതന്ത്ര്യം, നിങ്ങളുടെ പേരെന്ത് എന്ന് കോടതി ചോദിച്ചപ്പോൾ സ്വാതന്ത്ര്യം അഥവാ ആസാദ് എന്ന് പറഞ്ഞ ചന്ദ്രശേഖർ ആസാദ്. മറ്റൊന്ന് ഇന്ത്യയുടെ സെക്യുലറിസത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം എറിഞ്ഞുടച്ച ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ 1-ാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്. അങ്ങനെ നമുക്ക് പറയാൻ സാധ്യമാകണം. നമുക്ക്. ഞാൻ ഓർക്കുകയാണ്, നിങ്ങളാരും പാട്ട് കേൾക്കാത്തവരാണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും പാട്ട് കേൾക്കുന്നവരായിരിക്കും. പാട്ടിൻ്റെ രുചിഭേദങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം. സൈഗാളിൻ്റെ ഓ സോജ രാജകുമാരി എന്ന് പാടുന്ന സൈഗാളിൻ്റെ പാട്ടുകളില്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ സംഗീതം ഉയരുക? യേശുദാസിൻ്റെ പാട്ടുകൾ കേൾക്കാതെ നമുക്കൊരു ദിവസം കടന്നു പോകാറില്ല. അതിൽ ഞാൻ എന്തെങ്കിലും വ്യത്യസ്തത പുലർത്തണമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കരുണ, എൻ്റെ ജീവിതത്തെ, എൻ്റെ സ്പർശനങ്ങളെ, എൻ്റെ ധമനികളെ മുഴുവൻ ഉത്തേജിപ്പിക്കുന്ന ഈ സംഗീതം ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ്.
അവിടെ എന്നെ വേർതിരിക്കാൻ ശ്രമിച്ചാൽ അഹങ്കാരത്തോടും കലാപത്തോടും നമുക്ക് പറയാൻ സാധ്യമാകണം, ഞാൻ മനുഷ്യരുടെ പക്ഷത്താണ്. ഇവിടെ രാജേഷ് മനുഷ്യപക്ഷത്ത് തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിനോടൊപ്പം സമാന്തരമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമൊപ്പം സൗഹൃദങ്ങൾ എന്തുകൊണ്ട് വരുന്നു, സൗഹൃദങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണീയമായി ഒരു ഉപഹാരങ്ങൾ നൽകണമെന്ന് തീരുമാനിക്കുന്നു. അത് ഏറ്റവും നിർമ്മലമായ, സൗഹൃദമായ, ആർദ്രമായ ഒരു പെരുമാറ്റ സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെ ഞാൻ അത് ഡിക്ലെയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തകനാണ്. സേവനം മാത്രമേ ചെയ്യാൻ ഗ്രന്ഥശാലയ്ക്ക് സാധ്യമാകൂ. അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനം ഇങ്ങോട്ട് ഒന്നും തന്നെ കിട്ടുകയില്ല. നിങ്ങൾ സംശയമുള്ളവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ചതിൻ്റെ ഭരണസമിതി അംഗങ്ങളോട് ചോദിച്ചു നോക്കും. അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ ഉണ്ണി അഥവാ രാജേഷ്. അദ്ദേഹത്തെ ഉചിതമായി തന്നെയാണ് ഈ ഗ്രന്ഥശാല സ്മരിക്കുന്നത് എന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. 7 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനം ഒരു പ്രദേശത്തെ മുഴുവൻ ആവർത്തിച്ചോർമ്മിക്കാൻ ഒരു ജനറേഷനെ മുഴുവൻ വിളിക്കുകയാണ്. അവർക്ക് അവരുടേതായ മണ്ഡലത്തിൽ നിൽക്കുന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ 2 അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഒരു അവാർഡും മറ്റൊന്നും സഹനീയമായ ജീവിതത്തിൽപ്പെടുന്നവർക്കുള്ളൊരു അവാർഡ് തന്നെയാണ്. അതാണ് ചികിത്സാ സഹായം. സാന്ദർഭികമായി പറയട്ടെ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഇനി മുതലുള്ള തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ സവിശേഷത കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധ്യമാകും. വിജ്ഞാനം വിപുലീകരിക്കപ്പെടണം, അത് ജനകീയമായി തീരണം. വിജ്ഞാനത്തിൻ്റെ ഒരു ഹബ്ബായി കേരളം മാറുകയാണ്. നിങ്ങൾക്കാവശ്യമുള്ള വൈജ്ഞാനികത മുഴുവൻ എൻ്റെ നാട്ടിലുണ്ട്. ഈ കേരളത്തിൽ മലയാളം വർത്തമാനം പറയുന്നവരുടെ അടുക്കലുണ്ട്. പ്രായഭേദമന്യേ അവരുടെ കൈകളിലുണ്ട്, സുരക്ഷിതമാണ്. ലോകം മുഴുവൻ ആ വിജ്ഞാനത്തിൻ്റെ വിഭവങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇന്ന് ആഫ്രിക്ക, സെനഗൽ പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തകർത്ത് കളഞ്ഞ ലിബിയ വളർന്നത്, ബാങ്കിങ് നടത്തിയത് മലയാളത്തെ വെച്ചുകൊണ്ടാണ്. ഗൾഫ് മാത്രമായിരുന്നില്ല, നമ്മൾ അറിയണം. ഇന്നിപ്പോൾ സ്കാൻഡിനേവിയൻ നേഷൻസ് കുട്ടികളുടെ ഒരു അംബീഷനാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഉത്തര ധ്രുവ ദക്ഷിണ ധ്രുവത്തിന് സമീപത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, ഡെൻമാർക്കും ഫിൻലാൻഡും നോർവേയും സ്വീഡനും എല്ലാം അടങ്ങുന്ന രാജ്യങ്ങൾ കുട്ടികളുടെ ഒരു പ്രത്യേകമായി ഇഷ്ടമായി തീരുന്നു. എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾക്ക് വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഏതു തരത്തിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് കുടുംബപരമായും വ്യക്തിപരമായും സൂക്ഷിക്കാം. അത് ഒരു സമൂഹ ജോലി ചെയ്യുന്നിടം, ഒരു പബ്ലിക് സ്ഥലം, ഒരു സ്ഥലത്തും നിങ്ങൾക്കത് പ്രയോഗിക്കാൻ പാടില്ല. സ്വതന്ത്രമായി അവർ ജീവിക്കുക. അതുകൊണ്ടാണ് കൂടുതൽ പേരും അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇനി അവിടെയും സാധ്യത കുറയുകയാണ്. നിലനിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ വിഭവങ്ങളില്ല, അടിച്ചമർത്തപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ കേപ്പ് വെറുതെ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പുതിയ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും, വായിക്കാൻ വലിയ പാടാണ്. നമ്മുടെ ഇപ്പോൾ നടന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ ജയിച്ചവർ, ആ ഫുട്ബോൾ മത്സരത്തിൽ ജയിച്ച കേപ്പ് വെറുതെ എന്ന രാജ്യത്ത് 5.5 ലക്ഷം ആളുകളിൽ താഴെയേ ഉള്ളൂ. നിങ്ങൾ ഓർത്തു നോക്കൂ, 30 വർഷം മുമ്പ് വരെ ഈ 5.5 ലക്ഷത്തിൽ താഴെ വരുന്ന ആളുകൾക്ക് തുല്യമായി 5 ലക്ഷം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ച രാജ്യമാണ് ഈ കേപ്പ് വെറുതെ. കരീബിയൽ നിങ്ങൾക്ക് ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോൾ കാണുന്നത് പോലെ ഉണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്കിന് ഇപ്പുറത്തുള്ള നമ്മുടെ ഒരു പ്രത്യേകമായി വിമാനങ്ങളെല്ലാം വരുമ്പോൾ കാന്തികമായ ഒരു ശക്തിയിൽ അടിഞ്ഞു പോകുന്ന കരീബിയൻ കടലിൽ പെട്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട്. അതിനടുത്താണിത്. കരീബിയൻ കടലിൻ്റെ സമീപത്ത് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ്. അവിടെ ഗ്വാണ്ടനാമോ എന്ന് പറയുന്ന കൊലപാതകങ്ങളുടെ മാത്രം നടത്തുന്ന, അമേരിക്ക പിടിക്കുന്ന, ലോകത്തുനിന്ന് പിടിക്കുന്ന ആളുകളെ കൊണ്ടിടുന്ന ഒരു വലിയ തടവറയുണ്ട്. ഏകാന്തമായ തടവറകൾ. 30 വർഷം 40 വർഷമായി കിടക്കുന്ന മനുഷ്യരുണ്ട് അവിടെ. ഗ്വാണ്ടനാമോ നമുക്ക് വായിക്കുമ്പോൾ കൗതുകം മാത്രമാണ്. എങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുകയാണ് നിങ്ങൾ കുറ്റവാളി, എന്നിട്ട് ഞാൻ പിടിച്ചുകൊണ്ടിടുകയാണ്. ആ ഗ്വാണ്ടനാമോ ഉൾപ്പെടുന്ന ഒരു പ്രദേശം, വലിയ പോരാളികൾ ഉൾപ്പെടുന്ന ക്യൂബ ഉൾപ്പെടുന്ന പ്രദേശം, ഇതെല്ലാം ചേരുന്ന കരീബിയൻ ദ്വീപിൻ്റെ സമൂഹം. ക്രിക്കറ്റ് കളിക്കാർക്കെല്ലാം മനസ്സിലാവും. ജമൈക്ക, നമ്മുടെ ജോൺസൺ ഓടുന്ന ആളുകളുടെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലമാണ് ജമൈക്ക. അങ്ങനെയുള്ള പോർട്ട് ഓഫ് എലിസബത്ത് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുള്ള സ്ഥലം, അവിടെയുള്ളൊരു കുഞ്ഞു ദ്വീപാണ് ഈ കേപ്പ് വെറുതെ. 5 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളേക്കാൾ കൂടുതൽ അവിടെ പട്ടിണി കിടന്ന് മരിച്ചുപോയ രാജ്യമാണ്. അതിനെതിരായി പോരാട്ടം നടത്തിയതിൻ്റെ ഒരു പേര് നിങ്ങൾക്ക് തിരഞ്ഞു പിടിച്ചാൽ കബ്രാൾ. ആ കബ്രാൾ പറഞ്ഞത്, ഞങ്ങൾ പോരാടുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ജീവിക്കണം, സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ സമൂഹത്തെ ഞങ്ങൾക്ക് നിർമ്മിക്കണം, ഞങ്ങളുടെ സാമ്പത്തിക ശേഷി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണം, അങ്ങനെയുള്ള സ്വാതന്ത്ര്യം വേണം. ഈ പോർച്ചുഗീസുകാർ എത്ര വർഷമായി ചവിട്ടി മെതിച്ച രാജ്യമാണെന്ന് അറിയുമോ? ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കണം, അവർ പറഞ്ഞു. അതാണ് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മുദ്രാവാക്യം. ഇന്ന് ലോകത്തെ എല്ലാ വമ്പന്മാരെയും തകർത്തു തരിപ്പണമാക്കി ലോകത്തിൻ്റെ നെറുകയിൽ ഒരു പുതിയ തൂവൽ പഠിപ്പിച്ചുകൊണ്ട് കഴുകന്റെ പുറത്തിരുന്ന് പറന്ന കുരുവിയുടെ കഥ പറയുന്നത് പോലെ ലോകകപ്പിൽ ആളുകളുടെ ഏറ്റവും വലിയ ഇഷ്ടമായി മാറിയ 5.5 ലക്ഷം ആളുകളുടെ രാജ്യമാണ് കേപ്പ് വെർദെ.
അങ്ങനെ ആളുകൾക്ക് സമർപ്പിക്കാൻ കഴിയണം. ആ സമർപ്പണത്തിൻ്റെ ഒരു എലിമെൻറ്റ് ഇവിടെ ശ്രീ രാജേഷിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം വളരെ വേഗതയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. 50കളിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന ദൈർഘ്യമൊന്നും തിരിച്ചറിയുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിന് അവസാനിക്കുകയാണ്. പക്ഷേ സ്തുത്യർഹമായിട്ടുള്ള ഒരു സമർപ്പണം ഈ ഹ്രസ്വമായ കാലത്ത് ഈ നാടിന് നൽകി എന്നതിൻ്റെ തെളിവാണ് ഈ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരെന്നും ഞാൻ കരുതുന്നു. അതാണ് വ്യക്തിയുടെ ജീവിതം. സ്വന്തം കുടുംബ ജീവിതത്തിനൊപ്പം ഒരു സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ആർദ്രമായ പലതും സമർപ്പിച്ചു കഴിഞ്ഞ് ഈ ഗ്രന്ഥശാല വഴി നടത്തി അതിൻ്റെ ഭരണസമിതി അംഗവുമായിരുന്ന അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം തുടങ്ങുന്ന 2 കാര്യം അതാണെന്ന് ഞാൻ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ കാര്യം. ഒരുപാട് വിജയങ്ങൾ നേടിയ കുട്ടികൾ ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക, അതിൽ വേറെ തെറ്റൊന്നുമില്ല. പക്ഷേ 20 വർഷം മുട്ടിന് താഴത്തെ ഒരു പാവാടയിൽ മുട്ടിന് താഴത്ത് മാത്രം എത്തുന്ന ഒരു പാവാടയുടെ താഴെ പഴുത്തൊലിക്കുന്ന രക്തവും ചലവും കുത്തി ഒലിക്കുന്ന ഒരു മുറിവിൽ ഒരു മരത്തിൽ കെട്ടിയിട്ട് നിലവിളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഈ മുറിവിലേക്ക് ചുട്ടു പഴുപ്പിച്ചെടുത്ത കമ്പി, കനൽ പോലെ തിളങ്ങുന്ന കമ്പി കുത്തിയിറക്കി ആ കുഞ്ഞിൻ്റെ നിലവിളി കണ്ട് ഹൃദയം പിളർന്ന് കയ്യിൽ വാങ്ങി ആഹാര സാധനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടിക്കയറി ഒരു മനുഷ്യൻ്റെ പേര് നിങ്ങൾ മറക്കരുത്. അദ്ദേഹം വീട്ടിലെ 20 വർഷക്കാലം നമുക്ക് വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് വേണ്ടി പിന്നീട് ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ആ ആളിൻ്റെ പേരാണ് ലൂയി പാസ്റ്റർ. അദ്ദേഹമാണ് നമുക്ക് ആൻറ്റി റാബീസ് എന്ന മരുന്ന് കണ്ടുപിടിച്ചത്. അന്ന് പേപ്പട്ടി കടിച്ചാൽ മരുന്നുണ്ടായിരുന്നില്ല. ആ മുറിവിൽ ഈ ചുട്ടു പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കും. പിന്നീടാണ് നമുക്ക് പൊക്കിളിന് ചുറ്റും 14, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മരുന്ന് കണ്ടുപിടിച്ച് 20 വർഷം. അതാണ് ജീവിതം. ഡോക്ടർ നോർമൻ ബഥൂണെ രക്തം ദാനം ചെയ്യാൻ പഠിപ്പിച്ച മനുഷ്യൻ. ഇങ്ങനെയുള്ളവരെ കൂടുതൽ നിങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുന്നവർ വളർന്നു വരണം. പിന്നീടുള്ളത് ചികിത്സാ സഹായമാണ്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട പാലിയം ഇന്ത്യ എന്ന സ്ഥാപനവുമായി ചേർന്ന ലൈബ്രറി കൗൺസിൽ ഭാവിയുടെ പ്രവർത്തനം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്, സർഗാത്മകമാക്കുകയാണ്. ചികിത്സകളുടെ സഹായം മാത്രമല്ല, ഓരോ വിഭാഗത്തിലും അങ്ങനെ ഇരിക്കുന്നവരുടെ സർഗാത്മകമായ ഒരു ശേഷി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുക, ഉയർത്താൻ കഴിയുക. ഡോക്ടർമാരുടെ സഹായം, അതുപോലെ പ്രത്യേകമായി ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നവരുടെ, അങ്ങനെയുള്ളവരുടെ സഹായം, ഇൻസ്പിറേഷനും ആസ്പിറേഷനും സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സഹായത്തോടു കൂടി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഹാപ്പിനെസ് ഫോറം കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ AT കോവൂരും അതിൻ്റെ ഒരു ലിസ്റ്റിൽ പെട്ടേക്കാം. ഇപ്പോൾ പറയാനൊന്നും കഴിയില്ല, ഇനി സെക്രട്ടറി പറഞ്ഞിട്ട് പോയിട്ട് തന്നില്ലെന്നൊന്നും പറയരുത്. ഞാൻ വരുന്ന സ്ഥലത്ത് കേൾക്കുന്നത് കൊണ്ട്, ഇത് 2ാമത്തെ സ്ഥലത്താണ്, 3ാമത്തെ സ്ഥലത്താണ് ഇത് കേൾക്കുന്നത്, നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ചികിത്സാ സഹായം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട്. അതിൽ ഉൾപ്പെടാൻ എന്താണ് മാർഗം? സ്റ്റേറ്റ് നമുക്ക് ജില്ലയ്ക്ക് 8 കേന്ദ്രങ്ങൾ തന്നിട്ടുണ്ട്. അത് താലൂക്കുകൾ 6 ഉള്ളത് കൊണ്ടും നമ്മൾ അങ്ങനെ വിപുലീകരിക്കും. എല്ലാ ഭൗതിക പശ്ചാത്തലവും ഉണ്ടെങ്കിലാണ്. ഇവിടെ നോക്കുമ്പോൾ ഭൗതിക പശ്ചാത്തലത്തിനൊന്നും ഒരു കുറവില്ല. കാരണം പുറത്തേക്ക് നോക്കിയാൽ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സൗഹൃദമുണ്ട്. എൻ്റെ നാട്ടിലിരിക്കും പോലെ നോക്കുന്നിടത്തെല്ലാം പൊടി പതറുന്ന വാഹനങ്ങൾ ഓടുന്നത് മാത്രമല്ല. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും മുറ്റത്ത് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് ചെടിയും ഒരു ആഹ്ലാദകരമായ അന്തരീക്ഷമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ് ഉറപ്പൊന്നും തരുന്നില്ലെങ്കിലും നമുക്ക് നോക്കാം എന്നും കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.